ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആരും മറക്കുമോ? അതെ, അതെ, ഇതിൻ്റെ സൗണ്ട് മിക്സ് മറക്കും, എല്ലാ വിഭാഗവും ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്ത ഡിക്സൺ എന്നുവെച്ചാൽ പുറത്ത് കാണാനില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ഈ മറ്റേ കഴിവില്ലാത്ത ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമില്ല, ഇത്രയും കോർഡിനേറ്റ് ചെയ്യാന്ന്. അതൊക്കെ അവരൊക്കെ ഭയങ്കരമായി സഹകരിച്ചു. അതിനകത്ത് എല്ലാ വിഭാഗവും എല്ലാം ഞാൻ പറയുന്ന ഒരാളെപ്പോലും വിട്ടു പറയാൻ പറ്റില്ല, അത്രമാത്രം നന്നായി പ്രവർത്തിച്ചതിൻ്റെ വിജയം തന്നെയാണ് നമ്മുടെ സിനിമ. പ്രകാശ് വർമ്മ ഇത് ചെയ്താൽ ഇത് നായകനെ പലപ്പോഴും മുകളിൽ പോകുന്ന, നായകനെ വിറപ്പിക്കുന്ന വില്ലനാവും. അത് വല്ലാത്ത ചോയ്സ് ആയിരുന്നില്ലേ? അല്ല, എന്താ വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ഭയമില്ലാത്തതിൻ്റെ കാര്യം വെച്ചാൽ, ഞാൻ ഇതിന് മുമ്പ് എടുത്തിട്ടുള്ള പല സിനിമകളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമയിൽ അന്ന് ഹരീഷ് പേരടിയാണ് അതിനകത്ത് കൊണ്ടുവരുന്നത്. അത് ശരിക്കും കൈതേരി സഹദേവൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അതിൽ പാളിപ്പോയാൽ ആ സിനിമ ഒരിടത്ത് നിൽക്കില്ല, അല്ലേ? അപ്പോൾ ശരി, അങ്ങനെ നമുക്ക് അത് ചിലത് നമുക്ക് അപ്രതീക്ഷിതമായി അന്ന് ആ സിനിമയിൽ ഈ ക്യാരക്ടറെ കുറിച്ച് എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഇതിൻ്റെ ഒരു ഡിസ്കഷൻ സമയത്ത് തരുണും സുനിലും എന്നോട് പറഞ്ഞു, ചേട്ടാ ഇതിനകത്ത് നമുക്ക് അങ്ങനെ ഒരു പരീക്ഷണം നടത്തിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ പരീക്ഷണത്തിൽ നമുക്കൊരാളെ കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അത് നമ്മൾ കണ്ടെത്തണം. ഇപ്പോൾ അങ്ങനെ പല തരത്തിലിരിക്കുമ്പോഴാണ് ഈ കെ ആർ സുനിലിന് സത്യത്തിൽ പറഞ്ഞ പ്രകാശ് വർമ്മയായിട്ട് നല്ല അടുപ്പമുണ്ട്. അപ്പോൾ സുനിലിൻ്റെ ഒരു ബുക്ക് ഡോക്യുമെൻ്റ് ആക്കാനും ഒക്കെ ആയിട്ട് വന്ന് ഇവർ തമ്മിൽ ഡിസ്കഷനൊക്കെ നടന്നിരുന്നു. സുനിലാണ് ഒരു ദിവസം ഇങ്ങനെ പറയുന്നത്, ഈ പ്രകാശ് വർമ്മയുടെ ഒരു ഫിഗർ ഒന്ന് കാണിച്ചിട്ടുണ്ട്, ഇത് നമുക്ക് വില്ലനാക്കിയാലോ. അപ്പോൾ തരുൺ ആദ്യമേ തന്നെ ഈ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ഇദ്ദേഹത്തെ ഒന്ന് ശരിയാക്കി എടുത്താൽ കറക്റ്റായിരിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തെ സംബന്ധിച്ചപ്പോൾ പുള്ളി പറഞ്ഞത്, എനിക്കിത് അറിയാമെന്നോ എനിക്ക് ആക്ട് ചെയ്യാൻ പറ്റുമെന്നോ എനിക്കൊരു വിശ്വാസമില്ല. എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് മോഹൻലാൽ അഭിനയിക്കുന്നു, ലാലേട്ടൻ്റെ ഓപ്പോസിറ്റ് നിൽക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ശോഭന അഭിനയിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ വലിയൊരു സിനിമയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ വന്ന് 3-4 ദിവസം കഴിയുമ്പോൾ എന്നെ മാറ്റാനും പറ്റുന്നില്ല, നിങ്ങൾ അത് ബുദ്ധിമുട്ടും ആകരുത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണോ ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കി അങ്ങനെ തീരുമാനിച്ചാൽ പല 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 ആളുകളെ നമ്മൾ എന്തായാലും മലയാളത്തിലും അല്ലെങ്കിൽ സ്ഥിരമായി വരുന്ന ഒരാൾ വന്നാൽ ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഇത് മനസ്സിലാവും. അപ്പം നമുക്കൊരു ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്യുന്നിടം വരെ ഇത് മനസ്സിലാകാതെ കൊണ്ടുപോയാലേ ഈ സിനിമയ്ക്കൊരു ആകർഷണമുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനൊരു ഇത് വേണമെന്ന് ആലോചിച്ച്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ മറ്റു ലാംഗ്വേജിൽ നിന്ന് കൊണ്ടുവരണം, അല്ലെങ്കിൽ അവിടുത്തെ ഡ്രാമ ആർട്ടിസ്റ്റിനെ കണ്ടെത്തണം. അപ്പോൾ അങ്ങനെ പലതും ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ഭാഗ്യം എന്ന് പറയുമ്പോൾ ഇത് ഷൂട്ട് ചെയ്ത വീഡിയോ കണ്ടാൽ അത്ഭുതപ്പെട്ടു. കാരണം വളരെ നമ്മൾ ആരും എത്രയോ വർഷമായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെയാണ് ഈ നമ്മുടെ ആ പറയുന്ന ഒരു വെറുതെ ഒന്ന് നമ്മൾ ഒരു വീഡിയോ ഒരു ടെസ്റ്റിന് വേണ്ടി എടുത്ത് നോക്കിയപ്പോൾ കണ്ടത്. ശരിക്കും അപ്പം തന്നെ തീരുമാനിച്ചു, ഇതിനകത്ത് ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. തരുൺ അവിടെ നിന്ന് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ജോർജ് തകർക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ആ വീഡിയോ ഇങ്ങോട്ടാ ചേട്ടാ, ഞാനൊന്ന് എഡിറ്റ് ചെയ്ത് അയക്കാമെന്ന് പറഞ്ഞു. ആ എഡിറ്റ് ചെയ്ത് അയച്ചപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ ആ സെക്കൻഡിൽ ഞാൻ നോക്കുന്നതിന് മുമ്പ് തന്നെ ലാലേട്ടൻ അയച്ചു. എന്നുവെച്ചാൽ അപ്പോൾ അവിടുന്ന് അങ്ങനെയാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഞാനത് നോക്കുമ്പോഴത്തേക്ക് ചേട്ടൻ്റെ വിളി വരുമെന്ന്, ഇപ്പം ഞാൻ നോക്കി തീരുന്നതിന് മുമ്പ് തന്നെ ചേട്ടൻ വിളിച്ചു. ഞാനും നോക്കി കുറച്ചേ കണ്ടുള്ളൂ, ഉടനെ വിളിച്ചത് ഇതെന്താ പെർഫോമൻസ് എന്ന് ചോദിച്ചു. അപ്പോൾ ആർക്കും ഒരു ഒന്നും പറയാനില്ല. അയ്യോ, അത് തന്നെയല്ല, ഫസ്റ്റ് ഡേ എടുത്തിരിക്കുന്നത് ഭയങ്കര ഹെവി സീക്വൻസാണ്. ഒരാളെ വെച്ച് നമുക്ക് പരീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ പുള്ളി എത്ര ഭംഗിയായിട്ടാണ് ഷൂട്ട്. ഫസ്റ്റ് വന്ന് വെച്ചാൽ ആ വീട്ടിൽ വന്നിട്ട് മരണം അറിയിക്കാൻ വേണ്ടി സീക്വൻസാണ് മഴയത്ത്. അതിന് മുമ്പ് ചെറിയ ഷോട്ടുകൾ എടുത്തുള്ളൂ. അതാ ചെയ്തിരിക്കുന്നത്. ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെ അതൊരാൾ എത്രയോ വർഷമായി അഭിനയിച്ച ഒരാളെ പോലല്ലേ വന്ന് ചെയ്യുന്നു. നമുക്ക് അതെന്ന് വെച്ചാൽ എല്ലാം ഇത് പല ആളുകളും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ആളുകൾ, അത് അങ്ങനെ ഉള്ളിലുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മളാരും തിരിച്ചറിയാതെ പോയത് ഭയങ്കര കഷ്ടമാണ്. കാരണം ഇത്രയും വർഷമായിട്ട് ഇങ്ങനൊരാൾ എന്ന് പറയുന്നതേ. ഇനി അദ്ദേഹം സിനിമയിൽ അഭിനയിക്കും എന്തായിരിക്കും? കാരണം അദ്ദേഹത്തിന് അതിന്റെ ആവശ്യമില്ല. അദ്ദേഹം ഇത്രയോ വലിയൊരു ക്രാഫ്റ്റ്മാൻ ആണ്. ഇനി അദ്ദേഹം സിനിമ ചെയ്യുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി അങ്ങനെ ഒരു ഇഷ്ടമൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം നമ്മൾ അറിയേണ്ടതെന്ന് വെച്ചാൽ, അദ്ദേഹം നിർവ്വാണ എന്ന് പറഞ്ഞൊരു ആഡ് ഫിലിം കമ്പനി നടത്തുന്ന ആളാണ്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഡ്സ് പുള്ളിയാണ് ചെയ്തത്. ബ്രിട്ടീഷ് എയർവേസോ, വാട്സപ്പ്, നെറ്റ്ഫ്ലിക്സ്, വാട്സപ്പ്, എല്ലാ ആഡ്സും പുള്ളിയുടെയാണ്.
നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ആഡ്സൊക്കെ പുള്ളിയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്ക് അതിന് തന്നെ സമയമില്ല. അതൊക്കെ വലിയ ബഡ്ജറ്റിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റി വെച്ച് വരത്തക്കവണ്ണം ഒരു കാര്യം ഉണ്ടായാൽ മാത്രമേ പുള്ളിക്ക് വരാൻ പറ്റുള്ളൂ. കാരണം പുള്ളിക്ക് അത്ര അട്രാക്റ്റ് ചെയ്തൊരു കാര്യമാണെങ്കിൽ വരും. അതല്ലാതെ പുള്ളിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമില്ലാന്ന് വെച്ചിട്ടില്ല. പക്ഷെ ഒരു വലിയ കമ്പനി നടന്ന ആളല്ലേ. അപ്പം അതുകൊണ്ട് നോക്കണമല്ലോ. ഇതില് ഏറ്റവും നല്ല നടൻ ശരിക്കും തരുൺ മൂർത്തിയാണ്. കാരണം അദ്ദേഹം ഇന്റർവ്യൂകളിൽ കൊടുത്തപ്പോൾ കാണിച്ചൊരു കൈയടക്കമുണ്ട്. ഒരിടത്ത് പോലും ഇപ്പൊ എന്താ പറയാ, തിയേറ്റർ മൊത്തം നിങ്ങൾക്ക് ആഘോഷിക്കാനുള്ള നിമിഷങ്ങളുണ്ടാവും. അല്ലെങ്കിൽ ഇതിൽ മാസ് ഉണ്ട്, ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് ഈ സിനിമയെ പോലെ ഇരിക്കും, ഈ സിനിമയെ പോലെ ഇരിക്കും, ഇതൊരു ഫാൻ ബോയ് സംഭവങ്ങളാണ്. ശരിയാണ്, ഇതൊക്കെ ഈ സിനിമയുടെ അകത്തുണ്ട്. പക്ഷെ ഇങ്ങനത്തെ കീവേഡുകൾ പറഞ്ഞാൽ അവിടെ തൊട്ട് പ്രതീക്ഷ ജനറേറ്റ് ആവും. അത് കൃത്യമായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു സാധാരണ സിനിമയാണ്, ഫാമിലി ഡ്രാമയാണ് എന്ന് പറയും. പെർഫോമൻസുകളെ പറ്റിയിട്ട് പറഞ്ഞു പോവുക ചെയ്തുള്ളൂ. ബുദ്ധിപൂർവ്വം പ്രകാശ് വർമ്മ എന്നുള്ള പേര് പോലും ഒരു സ്ഥലത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. വില്ലൻ ഉണ്ട് എന്നുള്ളത് പോലും മെൻഷൻ ചെയ്തില്ല. ശരിക്കും ഇതൊക്കെ തരുൺമൂർത്തിയുടെ പ്ലാൻ ആയിരുന്നു. ഇത് കൂട്ടായിട്ട് തീരുമാനം. ഞങ്ങളെല്ലാവരും കൂട്ടായിരുന്നു. അതിനകത്ത് നിങ്ങൾ നോക്കിയാൽ ബുക്ക് മൈ ഷോയുടെ ബുക്കിംഗ് ഇതിൽ തന്നെ നമ്മൾ കുറേ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇന്ന ആളുകൾ അഭിനയിക്കുന്നു, ഫോട്ടോസൊക്കെ ഉണ്ടാവും. അത് ഡിസ്ക്രിപ്ഷൻ എല്ലാത്തിലും നോക്കിയാൽ അതിൽ പോലും ഇല്ല. കാരണം നമ്മളൊന്നും ആദ്യം എന്ന് വെച്ചാൽ ഇത് കഥയിലൊരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് അഭിനയിക്കുന്ന ലാലേട്ടനായാലും ശോഭനയ്ക്കായാലും നമുക്കായാലും ഇതിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ഇതിൽ ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ അമിത വിശ്വാസം കാണിക്കരുതെന്ന് പറഞ്ഞു. കാരണം നമ്മൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞാലും എത്രയോ വിശ്വസിച്ച സിനിമകളൊക്കെ അല്ലാതായി പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരാമല്ലോ. പക്ഷെ എങ്കിലും എല്ലാവർക്കും ഒരു കാര്യം ഉറപ്പായിരുന്നു, ഇതൊരു പരാജയമാവില്ല എന്നറിയായിരുന്നു. ഇതുപോലൊരു വലിയ വിജയമാവും എന്നുള്ളത് നമ്മൾ ആരും വിചാരിച്ചില്ല കേട്ടോ. ഇല്ല, നല്ല സിനിമയാണെന്ന് പറയും, നല്ലതാണെന്ന് പറയും, ലാഭം ഉണ്ടാവും, അല്ലെങ്കിൽ അതൊക്കെ ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചാണ്. പക്ഷേ എങ്കിലും ഇത്രമാത്രം നമ്മളോട് ഈ സ്നേഹം കാണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്ന ഒരു സിനിമയായിട്ട് ഞങ്ങൾ അങ്ങനെ ആദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നീട് ഓരോ ദിവസം പറയുന്നത് കേട്ട് പിന്നെ നമ്മൾ അങ്ങനെ അതിലേക്ക് എത്തുകയായിരുന്നു. കാരണം ആദ്യമൊക്കെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണല്ലോ എല്ലാവരും വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ചെറിയ ചെറിയ പോയിൻറ്റ്സ് വരെ നമ്മൾ പറയുന്ന, നമ്മൾ ആലോചിച്ചിരുന്നതിനേക്കാൾ വ്യക്തതയോടുകൂടിയാണ് പലരും പല കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് എത്രമാത്രം ആഴത്തിൽ ആളുകൾക്ക് എത്തി എന്നുള്ളത്. കാരണം പല സിനിമകളും ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ തന്നെ കണ്ടിട്ടുള്ള പല സിനിമകളും പല സീക്വൻസും മറന്നു പോകാറുണ്ട്. ഇതിൽ ഓർത്തിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതിനകത്തൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മോഹൻലാൽ എന്ന് പറയുന്ന ഒരാളുടെ ഒരു നമ്മൾ എന്തെല്ലാം ആ ഒരു മോഹൻലാൽ പണ്ട് കണ്ടിരുന്ന ലാലേട്ടനിൽ നിന്നുള്ള എന്തെല്ലാം ഉണ്ടോ അത്തരം നിമിഷങ്ങളെല്ലാം ഒപ്പിയെടുക്കാൻ നമ്മൾ ബുദ്ധിപൂർവ്വം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം ഞങ്ങളോടൊപ്പം ചേട്ടൻ നിൽക്കുകയും ചെയ്തു. കാരണം തിരിച്ചു ട്രോളുന്ന കാര്യം ആയപ്പോലും പുള്ളി ചിരിച്ചുകൊണ്ടത് കൂടെ നിന്ന് ചെയ്യും. കാരണം ചേട്ടനെ തന്നെ മോശമായി പറയുന്ന അല്ലെങ്കിൽ കളിയാക്കി പറയുന്ന കാര്യങ്ങൾ സാധാരണ കളി ചെയ്യില്ലല്ലോ. അതൊന്നും പ്രശ്നമല്ലല്ലോ.